48 മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചു. ഒരുപാട് സാംസ്കാരിക സൗധങ്ങൾ ഇന്ത്യക്ക് നൽകി. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടില്ല. സൂഫിയാക്കളാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്. അതിന് ഏറ്റവും വലിയ തെളിവ് അവർക്ക് വലിയ ആദരവുണ്ടായിരുന്നു. 1588 ഡിസംബർ 28 ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തിൻ്റെ ഒരു മിനിറ്റ് പ്ലീസ്, ആ മതവിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായ ഹർമന്ദിർ സാഹിബ് എന്ന് പറയുന്ന സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു വലിയ ആരാധനാലയം, ഏറ്റവും പ്രധാനമായി കാണുന്ന ആരാധനാലയം ഇന്ത്യയിൽ സുവർണക്ഷേത്രം, അത് ഇന്ത്യയിൽ സ്ഥാപിച്ചപ്പോൾ അതിന് തറക്കല്ലിട്ടതാരാ? ഒരു മുസ്ലിം സൂഫിയാണ്. എന്തുകൊണ്ട് അവർക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാമായിരുന്നില്ലേ? പ്രഗത്ഭരെ കൊണ്ടുവരാമായിരുന്നില്ലേ? 1588 ഡിസംബർ 28 ഹർമന്ദിർ സാഹിബിന് തറക്കല്ലിട്ടത് ഹസ്രത്ത് മിയാൻ മീർ എന്ന് പറയുന്ന മുസ്ലിം സൂഫിയാണ്. അതെന്തുകൊണ്ട്? ഒരു സൗഹൃദം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ആ സൗഹൃദം നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ചിത്രത്തെ വികലമാക്കാൻ, പള്ളികൾ പിടിച്ചടക്കുവാനും വഖഫ് പിടിച്ചടക്കുവാനും ഒക്കെയുള്ള നീക്കത്തെ ശരിക്കും എല്ലാ